ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കീം എക്സാമിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കീമിൽ ബി ഫാമാണ് എഴുതിയത്. കാരണം എനിക്ക് കുറച്ചും കൂടെ മാത്സിനേക്കാൾ ഇഷ്ടം ബയോളജിയോടാണ്. സോ മാത്സ് ഞാൻ 12th കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി. സോ ഞാൻ എൻട്രൻസിൽ എഴുതിയത് ബി ഫാം തന്നെയാണ്. അപ്പോൾ എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് 20-ാം തീയതിയാണ്. ആൻഡ് എനിക്ക് സ്ഥലം വന്നത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെറുതുരുത്തിയിലാണ്. അവിടുത്തെ നല്ല ടീച്ചേഴ്സ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫ്സൊക്കെയാണ്. നമുക്ക് പെട്ടെന്ന് അവർ പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ അവിടെ. പിന്നെ എനിക്ക് ഏറ്റവും അല്ലെങ്കിൽ കുറച്ചൊന്നും ടെൻസ്ഡായിട്ട് ഞാൻ പോയത് ഡ്രസ്സിങ്ങിൻ്റെ ബേസ്ഡാണ്. നമുക്ക് കുറേ പറയില്ല, അങ്ങനെ ചെയ്ത് ഇങ്ങനത്തെ ഡ്രസ്സ് പാടില്ല, അങ്ങനത്തെ ഏകദേശം ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഡ്രസ്സിനിട്ട് പോയപ്പോൾ ഞാൻ വിളിച്ചു ഇനിയിപ്പോൾ അത് കുറച്ച് സ്ട്രിക്റ്റ് ആവുമോ. പക്ഷെ അവരങ്ങനെ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല അവിടെ. മീൻസ് നമ്മൾ ഇത്ര ടെൻഷനായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ എക്സാംസിന് വേണ്ടി കൂളായിട്ട് പോവുക. അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസുള്ള ഡ്രസ്സൊക്കെ ഇടുക, മെറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ വാച്ചൊക്കെ കൊണ്ടുവന്നവരോട് ഊരി വെച്ചിട്ടുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്ട്രിക്റ്റായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണമില്ല. പിന്നെ എക്സാം ഹോളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എക്സാം ഹോളിൽ. പിന്നെ നമുക്ക് പെട്ടെന്ന് ടീച്ചേഴ്സൊക്കെയും ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എക്സാമിൽ. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് കെമിസ്ട്രീനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് കെമിസ്ട്രി ഈസി തന്നെയായിരുന്നു ഗൈസ്, ഡിഫിക്കൽട്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ആൻഡ് ഇഫ് കെമിസ്ട്രി കാണിച്ചാലും ഫിസിക്സ് കാണിച്ചാലും ഭയങ്കര ഈസി ആയിരുന്നില്ല, എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. ഒരു മോഡറേറ്റ് പേപ്പർ തന്നെയായിരുന്നു. ഇനി എനിക്ക് 22-ാം തീയതി വരെയാന്ന് തോന്നുന്നു കീമുള്ളത്. ആൻഡ് ഇനിയും എക്സാംസ് ഉള്ളവർ ലാസ്റ്റ് മിനിറ്റ് കൂടുതൽ റിവൈസ് ചെയ്യാതെ പഠിച്ച കാര്യങ്ങളൊന്നും റിവൈസ് ചെയ്ത് വരാം. പുതിയ അറിവുകളിലേക്ക് തേടി പോകരുത്. പിന്നെ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചിട്ടൊരു കാര്യമില്ലെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് പോയിന്റ്സ് വെച്ച് പഠിക്കുക. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നമുക്ക് കുറച്ചൊക്കെ സിലബസിലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിയാക്ഷൻസ്, ഞാൻ പറയുകയാണെങ്കിൽ റിയാക്ഷൻസും കെമിസ്ട്രിയിൽ എന്തായാലും നോക്കിപ്പോണം. 4-5 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. പിന്നെ ഓക്സിഡേഷൻ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോ, നെയിമിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കിപ്പോ. ഫിസിക്സിലാണെങ്കിൽ തന്നെ അത്യാവശ്യം ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻസ്, പിന്നെ കുറച്ച് തിയറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കിയപ്പോൾ അതൊക്കെയാണ് എക്സാംസിൽ കൂടുതലായിട്ട് വരുന്നത്. അതിന് 2 ദിവസങ്ങളിൽ മിക്ക ആൾക്കാരുടെ എക്സാമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ എന്ന് പറയുന്നത്. മോഡറേറ്റ് പേപ്പർ ആയിരുന്നു, അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ടാണ് കീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ വല്ല എൻട്രൻസ് ജെ ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ വേറെ എന്തിനായിക്കോട്ടെ 1 ഇയർ റിപ്പീറ്റ് ചെയ്യാമെന്ന് +2 ഇരിക്കുമ്പോൾ വിചാരിക്കരുത്. നിങ്ങൾ +2 നിങ്ങൾ മാക്സിമം നോക്കാം. അതിനോ ബോർഡ്സ് ഉണ്ടാകും, പ്രാക്ടിക്കൽസ് ഉണ്ടാകും, മോഡൽ എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനുള്ള കുറച്ച് ടൈം ഒന്ന് കണ്ടെത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് +2 കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കലും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ടൈംസൊക്കെ മാറ്റി വെച്ചിട്ട്, മീൻസ് നമുക്ക് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി 12th ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിയുള്ള എക്സാംസിലേക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് തന്നെ കിട്ടിയേ തീരും, അങ്ങനെ ഒരു പക്ഷേ 1 ഇയർ റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് എന്തായാലും കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ളവർ റിപ്പീറ്റ് ചെയ്യാം. അല്ലാതെ എനിക്ക് റിപ്പീറ്റ് ചെയ്താലേ കിട്ടുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റി വെച്ചിട്ട് പോകരുത്. ഇതാണ് എൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത്. ആൻഡ് ഈ വർഷം 12th പോകുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ NCERT വായിക്കുക. NCERT എല്ലാത്തിനും നമ്മൾ വായിക്കേണ്ടത് അനിവാര്യമാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എന്താണ് മാത്സും ഫിസിക്സിലേക്കും NCERT പ്രോബ്ലംസ് ചെയ്യുക. ഇപ്പോൾ 12th ആണെങ്കിൽ തന്നെ എക്സാം ഡിഫിക്കൽട്ട് ആവും ഏതൊരു പേപ്പർ. അപ്പോൾ അതിന് എക്സാം ഡിഫിക്കൽട്ട് ആവുമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചും കൂടി ലെവലപ്പായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് NCERT ഫസ്റ്റ് ഫ്രം ബേസ് തൊട്ട് അഡ്വാൻസ് ലെവലിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.